ഞാൻ അടുത്ത ഒട്ടുമിക്ക തീരുമാനങ്ങളും പാളിപ്പോലുണ്ട്. പക്ഷേ ഈ ഒരു സാധനം മാത്രം എന്താവും ശരിയായിട്ടുണ്ട്. ഒരു മഞ്ഞിൻ്റെ ഒരു റീല് കണ്ടപ്പോൾ ഞാൻ മൂത്താപ്പാടെ മാനോട് വെച്ചു പോവല്ലേന്ന്. ഓനിക്കൊരൊറ്റ ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനാണെങ്കിൽ അംഗീകരിക്കും ചെയ്തു. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അത് വാണ്ടിയിരുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഒരു 1.5 മാസം പൈസ ഒക്കെ കൂട്ടി വെച്ച് ഞങ്ങൾ കാശ്മീരിലേക്ക് യാത്ര ചെയ്യും. സർക്കിട്ട് എന്ന് പറഞ്ഞിട്ടൊരു ടൂർ പാക്കേജിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയ വഴിക്ക് തന്നെ ആളുകൾ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്ത് ആ ലൊക്കേഷനിലേക്ക് എത്തിക്കും. ഹോട്ടൽ സ്റ്റേ, അതേപോലെ ഫുഡ്, അതൊക്കെ അവരെ വകയായിരുന്നു. ഇതൊന്നും അവരെ വകയല്ല കേട്ടോ. അത് നമ്മൾ സ്ട്രീറ്റ് ഫുഡ് കണ്ടപ്പോൾ ജസ്റ്റ് അവിടെ നിർത്തിയിട്ടൊന്ന് എന്തൊക്കെയുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കബാബ്, ടിക്ക, അൽഫാം, ഷവായി, അങ്ങനെ ചിക്കൻ കൊണ്ടുള്ളതും മട്ടൻ കൊണ്ടുള്ളതും, അങ്ങനെ എല്ലാ ഐറ്റംസും. പെട്ടെന്നുള്ള തീരുമാനമാകൊണ്ട് ഒരു ഐഡിയ ഇല്ല ഇത് എന്തൊക്കെയാണ് എവിടേക്കൊക്കെയാണ് പോകേണ്ടതെന്നുള്ളത്. പിന്നെ ഞങ്ങൾ രണ്ടാൾക്കും ഇതങ്ങനെയല്ലടാ ഇങ്ങനെയെന്നുള്ള പറയാനുള്ള ബുദ്ധി ഞങ്ങൾക്ക് രണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ അവരെങ്ങടെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നാലെ അങ്ങനെ പോകും. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. ഒരു 10-12 എല്ലാ ഒരേ വൈബുള്ള ആളുകൾ ഒരുമിച്ചിട്ട്. പിന്നെ ഈ ഭ്രാന്തന് കബാബ് ഭയങ്കര സ്റ്റാർട്ടായി. എവിടെ കണ്ടാലും വാങ്ങി തിന്നും. ഈ നീല കോട്ടിട്ടിരിക്കുന്ന ചെങ്ങായിയാണ് ഞങ്ങളെ ഗൈഡ് ടോം. അവർ വാങ്ങിയ പൈസക്കുള്ളൊരു സർവീസ് നമുക്ക് നന്നായിട്ട് തന്നിട്ടുണ്ട്. ഏതോ വലിയ യൂട്യൂബർ അണിച്ചിട്ട് ആ ചെങ്ങായി ഇങ്ങനെ പറയുന്നുണ്ട് നേരെ എടുത്തിട്ട് അതിലൊക്കെ അപ്ലോഡ് ചെയ്ത് ഇന്നെ ഫേമസ് ആക്കി തരണം എന്നൊക്കെ. ഒരു പേടിയും പേടിക്കണ്ട, ഇവിടെ തിരക്കിൻ്റെ 5 കളിയാവും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോകുന്നു. ഇതാണ് ഓൻ പറഞ്ഞ ആ ഡിമാൻഡ്. അങ്ങനെ നടക്കും നമ്മളെ മുന്നിൽ കൂടെ. അത് മുഴുവൻ നമ്മൾ റീലാക്കി കൊടുക്കുക, ഫോട്ടോസ് എടുത്ത് കൊടുക്കുക, റീലെടുത്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ചില സാധനം നമുക്ക് സഹിക്കൂല, പക്ഷെ എന്നാലും നമുക്ക് മുണ്ടാൻ പറ്റൂല. കാരണം എന്നെ കൊണ്ട് സത്യം അടിയിപ്പിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. അതുകൊണ്ട് എല്ലാം ഞാൻ കേട്ട് നിന്ന്. ഈ കാണുന്ന ഞാൻ എനിക്ക് എടുക്കാൻ വെച്ചാറിനപ്പോൾ എന്നോട് 2 ചാട്ടം എന്നോട് ഒക്കെ പറഞ്ഞിട്ടല്ല എന്നെ ഇവിടുന്ന് കൊടുന്നെന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഇതേപോലെ വിളിച്ചാൽ വരാനും എന്തിനും റെഡി ആയിട്ടുള്ള ആളുകൾ ചുരുക്കാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ വെക്കുക ഇങ്ങനത്തെ ആളുകൾ തന്നെ. അതിനിപ്പോൾ എന്ത് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രശ്നമല്ല. കാരണം അങ്ങനെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ നമുക്ക് കിട്ടണമെങ്കിൽ തന്നെ ഒരു ഭാഗ്യം വേണം. കാശ്മീരിലൊരു പ്രത്യേക അട്രാക്ഷനാണ് ഈ ദാൽ ലേക്ക് എന്ന് പറയുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നദിയിലൂടെ അങ്ങനെ ഒരു സഫാരി സംഭവം. നമ്മളെ അടുത്ത് ഫുള്ള് പൈസ ആയിട്ടൊന്നും ചിലപ്പോൾ കാണലുണ്ടാവില്ല. പക്ഷെ ഒരിക്കലെങ്കിലും നമ്മൾ ജീവിതത്തിൽ ഒന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ കാശ്മീർ എന്ന് പറയുന്നത്. 3 തരം ക്ലൈമറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ആ 3ഉം നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മഞ്ഞൊക്കെ ഉള്ള സീസൺ മാത്രം നോക്കിയിട്ട് പോണ ആളുകളുണ്ട്. പക്ഷെ മഞ്ഞുള്ള സീസണിൽ ഈ പച്ചപ്പ് കുറച്ച് കുറയും. അപ്പോൾ ബാക്കിയുള്ള ടൈമിൽ ഈ പച്ചപ്പ് കൂടുമ്പോൾ ഈ താഴ്വരയൊക്കെ കാണാൻ കഴിയുമ്പോൾ ഭയങ്കര രസമാവും. ആപ്പിൾ, ഓറഞ്ച്, അതുപോലെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഓരോ സീസൺ ഉണ്ട്. ഇപ്പോൾ ആ സമയത്തൊന്നും ചിലപ്പോൾ മഞ്ഞുണ്ടാവില്ല. അപ്പോൾ മഞ്ഞ് നമ്മൾ കാണണമെന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ അത് കാണാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് മിസ്സാവും. എല്ലാവരും നല്ല വൈബുള്ള ആൾക്കാരാട്ടോ. അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ ഒരു 2-3 മാസം കൂടുമ്പോൾ എന്തായാലും കുറച്ച് എമൗണ്ട് മാറ്റി വെച്ചിട്ട് അവർ ട്രിപ്പ് പോകുന്ന ആൾക്കാരാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ. എൻ്റെ പേര് വിളിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. അത് വേറെ ഒന്നുമല്ല, എവിടെ എന്തോ ഒരു പോസ് കണ്ടുക്കണം, അതിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കാനാണ്. ചിലപ്പോൾ ഞാൻ കേൾക്കാത്ത പോലെ നിൽക്കും. പിന്നെ ഓനായിട്ട് ഭയങ്കര ശല്യമാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. ആകെ ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് എന്ത് കാര്യത്തിലും കേട്ടോ. നമ്മൾ തണുപ്പുള്ള ഒരു സീസൺ തന്നെ കേട്ടോ തിരഞ്ഞെടുത്ത് പോകാൻ. പക്ഷേ നമുക്ക് ഓവറായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു തണുപ്പൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ തടാകത്തിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ 2 സൈഡുകളിൽ നല്ല ഷോപ്പുകളുണ്ടാവും, അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് ചായ, അതേപോലെ സ്നാക്സ് ഐറ്റംസൊക്കെ നമുക്കിങ്ങനെ കൊണ്ടുവന്ന് തരും. അതുപോലെ വള, മാല, കമ്മല് പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ ഐറ്റംസ് സെയിൽ ചെയ്യണ ആൾക്കാർ വേറെ. നല്ല രസമായിട്ട് കേട്ടോ അവർ ഈ ഷോപ്പ് ഡിസ്പ്ലേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള. ആ തോണിയിൽ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുന്ന് അവിടെ വന്ന് ഫുൾ ഡിസ്പ്ലേക്ക് വെക്കുക. പക്ഷെ അതിലൊന്നും ഒരു കസ്റ്റമർ കയറി പർച്ചേസ് ചെയ്യണമെന്നും കാണാമല്ലോ കേട്ടോ. അതുപോലെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം കേട്ടോ, നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ കളർ ടൂണ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ ദുബായിൽ നിന്നൊക്കെ എടുക്കുന്ന ഫോട്ടോസിനൊക്കെ ഒരു കളർ ടൂണ് നല്ല വ്യത്യാസം ഉണ്ടാവും നമ്മൾ നാട്ടിൽ നിന്ന് എടുക്കുന്ന പോലെ. അതുപോലെ തന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് നോക്കിയാലും നല്ല ഫ്രെയിംസ് കാണാം.
അവർ ആ കളറ് ഒക്കെ ഭയങ്കര നല്ല രസമാവും. അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ആണെന്നും അറിയില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരെ കാണാനും നല്ല രസമുണ്ട് കേട്ടോ. നല്ല ലുക്കുള്ള കുറേ എണ്ണം ഉണ്ട് ഇതിനെ. ചെറുക്കന് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആകെയുള്ളൊരു കാര്യം, നമ്മൾ പട്ടിണി കിടക്കൂല. അത് കടം മേടിച്ചിട്ടാണെങ്കിലും നല്ല വാങ്ങിത്തരും. അങ്ങനെ കാശ്മീരിൽ ഒരു മസ്ജിദ് കാണാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി. അവിടെ തന്നെ ഒരു ഡ്രസ്സ് കണ്ടു ചെറുക്കാൻ, തോമസ് ഷെൽവിയുടെ എത്ര. അങ്ങനെ ആ സാധനം അവിടുന്ന് വാങ്ങി അതും ഇട്ടിട്ട് കയറിയിട്ടുണ്ട്. അത് വാങ്ങിയതിന് ശേഷം പിന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. അത് ഞാൻ കൃത്യമായിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കയ്യില്ലാതെ നടക്കാതെ തോന്നണ്ട കേട്ടോ. ആ ചങ്ങായുടെ കൈ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് നമ്മളെ കൂടെ വന്ന ചേച്ചിയാട്ടാ. ചേച്ചി അടിപൊളിയായിട്ട് പാട്ട് പാടും. ഇതുവരെ തീർന്നില്ലേ തോന്നും നിങ്ങൾക്ക്. അതൊന്നും അങ്ങനെ ഇങ്ങനെയും തീരൂല.
ഇനി നമ്മൾ അടുത്ത യാത്ര സോനാമാർഗ്. മഞ്ഞ് മലകളൊക്കെ ഉള്ളത്, മഞ്ഞ് എപ്പോഴും ഉണ്ടാവും അവിടെ. വേറെ എവിടെ മഞ്ഞില്ലെങ്കിലും അവിടെ ഉണ്ടാവും. കാശ്മീരം പടം കണ്ടിട്ടുണ്ട് നിങ്ങൾ, മറ്റേ സുരേഷ് ഗോപിയുടെയൊക്കെ. അതിൽ ഞാൻ അതേപോലത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ട്. വീഡിയോ എത്ര ലെങ്തായാലും 3 പേര് ഇത് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുമ്പോൾ ആരൊക്കെയെന്ന് ഞാൻ പറയില്ല, പക്ഷെ 3 പേരിരുന്ന് കാണുന്നത്. സാധാരണ നമ്മളൊരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ വലിയൊരു മൂഡുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സ്ഥലം പിന്നെ അങ്ങോട്ട് തന്നെ ചെല്ലാനുള്ള എന്തോന്ന് അവിടെ ഉണ്ട് കേട്ടോ. അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ അവിടുത്തെ ആളുകൾ, അവിടുത്തെ ഗ്രാമങ്ങൾ, പിന്നെ ചെറിയ കുട്ടികളെ കാണാൻ ഭയങ്കര രസമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗി എല്ലാം കൊണ്ടും. മഞ്ഞിൻ്റെ മലകളിലേക്ക് ഇങ്ങനെ ചെന്ന് കയറുന്ന ഒരു 2 സൈഡ് കണ്ടില്ലേ, ആ റോഡ് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ മഞ്ഞുകൾ ഇങ്ങനെ കൂടി 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 വരുന്നത് അതൊരു പ്രത്യേക സുഖമാണ്. പുറത്തുള്ള ആ ഒരു തണുപ്പും ആ ഒരു കാഴ്ചയും. അങ്ങനെ സോനാമാർഗ് ബോർഡർ എത്തി. എന്നിട്ട് നേരെ നമ്മൾ ചെല്ലുന്നത് ആ മഞ്ഞ് മലകൾക്കാണ്. അവിടെ ചെന്ന് ഇറങ്ങിയേക്കുള്ളൊരു ഫീലുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് കാലം ഇങ്ങനെ ആഗ്രഹിച്ചിട്ടേ നമ്മൾ ആ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇറങ്ങുമ്പോഴുള്ളൊരു ഫീല് അത് ഒരിക്കലും മറക്കൂല. അത് നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുന്നുള്ള അറിയില്ല, അനുഭവിച്ചിട്ട് തന്നെ അറിയണം. ഈ കാണാൻ കേട്ടോ ലക്ഷ്മി, അവർ 3 പേര് ഫ്രണ്ട്സായിട്ട് വന്നിട്ട് ജോയിൻ ചെയ്താട്ടോ ഈ ഒരു ഗ്രൂപ്പിൽ. നമ്മളെ ചെക്കെന്താ കുതിരപ്പുറത്ത്.
ഏത് പെണ്ണിനെയും പാട്ട് പാടി വീഴ്ത്താനുള്ളൊരു കഴിവ് ചെക്കനുണ്ട് കേട്ടോ. പിന്നെ ഓന് ഇപ്പം നാട്ടിലില്ല, ബഹ്റൈനിലാണ്. ഇത് ഈ സാധനം കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യണത്. അതുകൊണ്ട് എന്തും പറയാം, നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ടേ വരുള്ളൂ ഷൂട്ടിങ്. ഏതൊക്കെ കുറേ സിനിമകൾ ഇവിടെ ഷൂട്ടിങ് കഴിഞ്ഞാന്നൊക്കെ പറയണത്. ഇപ്പോൾ എവിടെ നോക്കിയാലും ഒരേപോലെ ഉണ്ട്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ അവൻ്റെ ഫോട്ടോസ് വീഡിയോസ് എടുത്തു കൊടുക്കണ പോലെ തന്നെ അവന് നമ്മളെടുത്തേരാൻ യാതൊരു മടിയില്ല കേട്ടോ. എന്തിനും റെഡിയാണ്. അത് ഏത് കുന്നിൻ്റെ മുകളിലേക്കാണെങ്കിലും അവൻ കയറി വരും. അതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതാണ്. ജസ്റ്റ് പറഞ്ഞാൽ മതി. ഇതിൽ കുറച്ച് ഫ്രെയിംസ് ഉണ്ടല്ലോ, അത് നമ്മളെ മനസ്സിലങ്ങോട്ട് പതിയും, അങ്ങോട്ട് പോവില്ല. പിന്നെ ഞാൻ ഇവിടെ ഒരു പണിയിലാണ്. കടന്ന ആഗറിന് കണ്ടില്ലേ, ഓൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കാനാണ്, വേറെ ഒന്നിനല്ല. ഒരു തൊയ്രം. കട്ട് കളഞ്ഞോട്ടോ. സ്റ്റാർട്ട് ചെയ്തോ? എവിടെ മഞ്ഞ്? ഞാൻ നടക്കണ്ടല്ലോ. കുറേ എടുത്തു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടക്ക് ഇടിപ്പിക്കണം കേട്ടോ അവനെ കൊണ്ട്. മതി മതി. മഞ്ഞായപ്പോ സാധനം മാറി. മുഖത്തൊക്കെ നോക്കി സംസാരിക്കും.
നടക്കണ്ടല്ലോ. ഇവിടെ തിരിഞ്ഞോ? നിങ്ങള് ശരിക്കും വെള്ളത്തിൽ ചാടണം. പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് പാടില്ല. ഞാനിത് കത്തിക്കാറില്ല. അതെന്താ? ഒരു സ്റ്റൈലാണ്. വലിയ നിർത്തിയതാ, പക്ഷെ അങ്ങ് ഉപേക്ഷിക്കാൻ മടി. അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കും. ഗുഡ്. പറഞ്ഞോ നല്ല കഴിച്ചിലായില്ല. മുഴുവൻ തീരുന്നവരെ വീഡിയോ എടുക്കേണ്ടി വരുമോ? ഞങ്ങൾക്ക് അവിടുന്ന് വാങ്ങിത്തരാം. ഇത് വരെ ഇന്നലെ വാങ്ങിയതിന്റെ പകുതി കാശിന് ഞാൻ വാങ്ങിയത്.
എന്റെ വർക്കേഴ്സിനൊക്കെ ഞാൻ എങ്ങനെ ഇതാക്കുന്നത് എന്തിനാ തന്നത്? അത് വേണം. പോ നല്ല പോസാണ്. പോ ആ പോ. 0 പോയിന്റിൽ എടുത്താൽ അടിപൊളിയാവും. ഇജ്ജ് പോ. ഇനി മഞ്ഞെടുത്ത് എറിഞ്ഞു. തീർക്കാൻ പറ്റുള്ളൂ. कोई जो मिला था मुझे ऐसा लगता था जैसे मेरी सारी दुनिया में गई तो किरण ഇല്ല പോയി കയ്യിൽ പോയി. സ്റ്റാർട്ടിങ് കയ്യിൽ പോയി. कोई जो मिला था मुझे ऐसा लगता था जैसे मेरी सारी दुनिया में गई तो किरुत और रंगों के भर का आंखों की रुत आंखों की रुत അകത്ത് അങ്ങനെ പാട്ടും കളിയും ഒരുപാട് നല്ല സ്ഥലങ്ങളുള്ള കാഴ്ചകളും എല്ലാം കൂടിയുള്ള യാത്ര നമ്മൾ ഇന്നത്തോടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നാട്ടിലേക്ക്. ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ പുസ്തകമൊക്കെ വായിച്ചിട്ട് എന്തിനാ? അതിന് സർക്കിട്ട് തന്നെ പോകണം. കുറേ നാടുകൾ കാണണം, അവിടുത്തെ ആൾക്കാരിൽ നിന്നൊക്കെ പഠിക്കണം.